ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ട്രിനിറ്റി ഇൻ്റർനാഷണൽ പ്രയർ മിനിസ്ട്രി ഫേസ്ബുക്ക് ലൈവിലൂടെ എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മാന്യ സ്നേഹിതർക്കും വേഗഭരതവനായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അടിസ്ഥാന ഉപദേശങ്ങൾ എന്ന ബൈബിൾ പഠന പരമ്പരയുടെ 40-ാമത്തെ എപ്പിസോഡിലേക്ക് കടന്നു വരുവാൻ ഇന്ന് രാത്രി ദൈവം ഒരുക്കിയ നല്ല അവസരത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ ഈ എപ്പിസോഡോടുകൂടെ അടിസ്ഥാന വേദോപദേശങ്ങൾ എന്ന ബൈബിൾ പഠന പരമ്പരയ്ക്ക് ഇവിടെ സമാപനം കുറിക്കുകയാണ്. കഴിഞ്ഞ നാളുകളിലൊക്കെ ഈ ലൈവ് പ്രോഗ്രാമിലൂടെ കേൾക്കപ്പെട്ടതായ ദൈവത്തിൻ്റെ വചനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന് ഏറ്റവും അനുഗ്രഹകരമായി തീർന്നു എന്ന് വിശ്വസിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തി ദൈവമായ കർത്താവ് ഇന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നെറ്റിൻ്റേതായ കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. നെറ്റ് സുഗമമായി പ്രവർത്തിച്ചാൽ നമുക്ക് ഈ ക്ലാസ് മുന്നോട്ട് നയിക്കുവാനായിട്ടിടയായിത്തീരും. നമ്മൾ അവസാനമായി പ്രാർത്ഥന എന്ന ഉപദേശത്തെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ചിന്തിക്കുവാനിടയായി. പ്രാർത്ഥിക്കുന്നത് ആര് പ്രാർത്ഥിക്കണം? മക്കൾ പ്രാർത്ഥിക്കണമെന്ന് മത്തായി സുവിശേഷം 6-ാമത്തെ അധ്യായം 9-ാമത്തെ വാക്യം പറയുന്നു. 1 യോഹന്നാൻ 5:14 പറയുന്നത് നമ്മൾ ദൈവഹിത പ്രകാരം പ്രാർത്ഥിക്കണം. 34-ാമത്തെ സങ്കീർത്തനം 18-ാമത്തെ വാക്യത്തിൽ ഹൃദയ നുറുക്കത്തോടുകൂടെ നമ്മൾ പ്രാർത്ഥിക്കണമെന്ന് പറയുന്നു. യാക്കോബിന്റെ ലേഖനം 5-ാമത്തെ അധ്യായം 5-ാമത്തെ വാക്യത്തിൽ ഏകാഗ്ര ഹൃദയത്തോടുകൂടെ പ്രാർത്ഥിക്കണമെന്ന് പറയുന്നു. എബ്രായർക്കെഴുതിയ ലേഖനം 10-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യം, 66-ാമത്തെ സങ്കീർത്തനം 18-ാമത്തെ വാക്യത്തിൽ എല്ലാം നമ്മൾ അകൃത്യം അകറ്റി പ്രാർത്ഥിക്കണമെന്ന് പറയുന്നു. ഇന്ന് മറ്റു ചില കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. അടുത്തതായി യാക്കോബിന്റെ ലേഖനം 1-ാമത്തെ അധ്യായം അതിൻ്റെ 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നു. യാക്കോബിന്റെ ലേഖനം 1-ാമത്തെ അധ്യായം 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. നിങ്ങൾ ഒരുത്തരം ജ്ഞാനക്കുറവാകുന്നു എങ്കിൽ ഭത്സിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്നവനായ ദൈവത്തോട് യാചിക്കട്ടെ, അപ്പോൾ അവന് ലഭിക്കും. എന്നാൽ അവനൊന്നും സംശയിക്കാതെ വിശ്വാസത്തോടെ യാചിക്കണം. സംശയിക്കുന്നവൻ കാറ്റടിച്ച് അലയുന്ന കടൽത്തിരയ്ക്ക് സമൻ. ഇങ്ങനെയുള്ള മനുഷ്യർ കർത്താവിങ്കിൽ നിന്ന് വല്ലതും ലഭിക്കുമെന്ന് നിരൂപിക്കരുത്. ഇരുമനസ്സുള്ള മനുഷ്യൻ തൻ്റെ വഴികളിലൊക്കെയും അസ്ഥിരൻ ആകുന്നു. ഈ വേദഭാഗത്ത് വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥിക്കേണ്ടതായ ഒരു ആവശ്യകതയെക്കുറിച്ച് പറയുകയാണ്. അവിടെ യാക്കോബ് അപ്പോസ്തലൻ പറയുന്ന ഒരു കാര്യം, നിങ്ങൾ ഒരുത്തരം ജ്ഞാനക്കുറവാകുന്നു എങ്കിൽ, എല്ലാവർക്കും ഒരുപോലെയുള്ള ജ്ഞാനം ഉണ്ടായി എന്ന് വരികയില്ല. ചിലർക്ക് കൂടുതൽ ജ്ഞാനം ഉണ്ടായിരിക്കും, ചിലർക്ക് കുറച്ച് ജ്ഞാനമായിരിക്കും ഉണ്ടാകുന്നത്. അത് എല്ലാ കാര്യത്തിലും. എന്നാൽ ഇവിടെ പറയുന്നു, നിങ്ങളിൽ ഒരുത്തരം ജ്ഞാനക്കുറവാകുന്നുവെങ്കിൽ ഭത്സിക്കാതെ, അവനെ ജ്ഞാനം കുറവായിരിക്കുന്നു എന്ന് കരുതി അവനെ ഭത്സിച്ച് അല്ലെങ്കിൽ അവനെ വിലക്കുറച്ച് കണ്ട് അവനെ നിരുത്സാഹപ്പെടുത്തി അങ്ങനെ ആക്കണം എന്നല്ല ദൈവത്തിൻ്റെ വചനം പറയുന്നത്. ഭത്സിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്നവനായ ദൈവം എല്ലാവർക്കും ഔദാര്യമായിട്ടാണ് കൊടുക്കുന്നത്. ആരുടെയും കഴിവ് നോക്കിയിട്ടോ അല്ല, ദൈവം കൃപയാൽ ഔദാര്യമായി. അപ്പം എല്ലാവർക്കും, തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവർക്കും ഔദാര്യമായിട്ട് കർത്താവ് നൽകുന്നു. അവിടെ പറയുന്നത്, ഒരുത്തരം ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ അവനെ ഭത്സിക്കാതെ അവന് വേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവെ, ഇവർ ജ്ഞാനം കൊടുക്കണമേ. തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ പക്കൽ ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ഒക്കെ ഗുപ്ത നിധികളുണ്ട്. ശലോമോന് ജ്ഞാനം കൊടുത്തവനാണ് നമ്മുടെ ദൈവം. അതുകൊണ്ട് ഒരുത്തരം ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ ഭത്സിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്നവനായ ദൈവത്തോട് യാചിക്കട്ടെ. മറ്റുള്ളവർ ആ ജ്ഞാനക്കുറവായ വ്യക്തിക്ക് വേണ്ടി ദൈവത്തോട് യാചിക്കണം. അപ്പോൾ അവന് ലഭിക്കും.
അപ്പം മറ്റുള്ളവർ അവന് ജ്ഞാനം ലഭിക്കുവാൻ വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ആ വ്യക്തിക്ക് ജ്ഞാനം നൽകും എന്ന് പറയും. എന്നാൽ ഒന്നും സംശയിക്കാതെ, പിന്നെയും ദൈവത്തിൻ്റെ വചനം പറയുന്നു, ഒന്നും സംശയിക്കാതെ, ദൈവത്തിൻ്റെ സന്നിധി സംശയ ഉളവാകാതെ, ഒന്നും സംശയിക്കാതെ വിശ്വാസത്തോടെ യാചിക്കണം. അപ്പം ദൈവത്തിൻ്റെ സന്നിധിയെ പ്രാർത്ഥിക്കുമ്പോൾ വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥിക്കും. വിശ്വാസം എന്ന് പറഞ്ഞാൽ എബ്രായർക്കെഴുതിയ ലേഖനം 15-ാമത്തെ അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം പറയുന്നു, വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാണ്. ഒരു കാര്യം ആശിച്ചുകൊണ്ടാണല്ലോ നമ്മൾ ദൈവസന്നിധിയെ പ്രാർത്ഥിക്കുന്നത്. ആ ആശിക്കുന്നതിൻ്റെ ഉറപ്പ്, അത് ലഭിക്കും എന്നുള്ളതായ ഒരു ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകും. ഒരു പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് അതിൻ്റെ മറുപടി നമ്മൾ തൽക്ഷണം കണ്ടില്ല എങ്കിലും നാളെ അത് ലഭിക്കും, കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും ആകുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ ആ വിശ്വാസത്തോടുകൂടെ യാചിക്കണം. അടുത്ത വിശ്വാസത്തിൻ്റെ ഓപ്പോസിറ്റാണ് സംശയം. അതാണ് പറയുന്നത്, സംശയിക്കുന്നവൻ കാറ്റടിച്ച് അലയുന്ന കടൽ തിരക്ക് സമൻ. ഇപ്പം സംശയിക്കുന്നവൻ കാറ്റടിച്ച് അലയുന്ന കടൽ തിരക്ക് സമൻ. തിരമാല പോലെ, തിരമാല ഇങ്ങോട്ട് വരുമ്പം വിചാരിക്കും കടലിലെ വെള്ളം മുഴുവനും ഇങ്ങോട്ട് കയറി വരികയാണ്. പക്ഷെ തൊട്ടടുത്ത നിമിഷം ആ തിരമാല പുറകിലോട്ട് പോകുന്നത് കാണുവാൻ സാധിക്കും. അപ്പം ദൈവപ്രകാരം ദൈവവചനത്തിലൊക്കെ സംശയിക്കുന്നവർ ഇതുപോലെയാണ്. ഒരു സ്ഥിരത കാണത്തില്ല, ഇങ്ങോട്ടും വരാം അങ്ങോട്ടും പോകാം, ഇങ്ങോട്ടും വരും അങ്ങോട്ടും പോകും. അപ്പോൾ കടൽ തിരക്ക്, കാറ്റടിച്ചലയുന്ന കടൽ തിരക്ക് സമൻ. ഇങ്ങനെയുള്ള മനുഷ്യൻ കർത്താവിൽ നിന്ന് വല്ലതും ലഭിക്കുമെന്ന് നിരൂപിക്കരുത്. അപ്പോൾ സംശയിക്കുന്നവൻ, കർത്താവിൽ വിശ്വാസമില്ലാത്തവൻ, കടൽത്തിരക്ക് സമനായ ഒരു മനുഷ്യൻ, അവൻ കർത്താവിങ്കിൽ നിന്ന് വല്ലതും ലഭിക്കുമെന്ന് നിരൂപിക്കരുത്. അവൻ പിന്നെ കർത്താവ് അവൻ്റെ പ്രാർത്ഥന കേൾക്കുമെന്നോ മറുപടി അയക്കുമെന്നോ എന്നും നിരൂപിക്കരുത്. അടുത്ത് പറയാണ്, ഇരുമനസ്സുള്ള മനുഷ്യൻ തൻ്റെ വഴികളിൽ ഒക്കെയും അസ്ഥിരനാകും. ഇരുമനസ്സുള്ള മനുഷ്യൻ തൻ്റെ വഴികളിലൊക്കെയും അസ്ഥിരനാകും, സ്ഥിരതയില്ലാത്തവനാണ്. അപ്പോൾ അസ്ഥിരന്മാരായ നമ്മൾ മാറണം. അതുകൊണ്ട് ദൈവസന്നിധിയെ പ്രാർത്ഥിക്കുമ്പോൾ വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥിക്കും. അടുത്ത് എബ്രായർക്കെഴുതിയ ലേഖനം 5-ാമത്തെ അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം. എബ്രായർക്കെഴുതിയ ലേഖനം 5-ാമത്തെ അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം. ക്രിസ്തു തൻ്റെ ഐഹിക ജീവകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോട് കണ്ണുനീരോടും കൂടെ അഭയയാചനയും കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷ ജീവിത കാലയളവിൽ കർത്താവ് ഒരു മനുഷ്യനായി, അതായത് ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസ്യരൂപമെടുത്ത് വേഷത്തിൽ മനുഷ്യനായി ലോകത്തിലായിരുന്നപ്പോൾ എല്ലാത്തിലും ഒരു മാതൃകാ ജീവിതം യേശു നയിച്ചു. അതുപോലെ തന്നെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതിലും യേശു ഒരു മാതൃക കാണിച്ചു. അതാണ് തൻ്റെ ഐഹിക ജീവകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട്, മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്ന ദൈവത്തിനാണ്, ആ രക്ഷിപ്പാൻ കഴിയുന്ന ദൈവത്തോട് എന്നവനോട് ഉറച്ച നിലവിളിയോടും ഉറക്കെയുള്ള ശബ്ദത്തോടും നിലവിളിയോട് കണ്ണുനീരോടും കൂടെ അപേക്ഷയും അഭയയാചന കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. അപ്പോൾ കർത്താവ് പ്രാർത്ഥിച്ചതിന് ഉത്തരം ലഭിച്ചു. മരണത്തിൽ നിന്ന് താൻ 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. മരണത്തിലെ യേശുവിനെ പിടിച്ചു വയ്ക്കുന്നത് അസാധ്യമായി. മാനവരാശിയുടെ പാപത്തിൻ്റെ പരിഹാരത്തിനായി താൻ ക്രൂശിൽ മരിക്കുകയും 3-ാം നാൾ മരണത്തെ ഭേദിച്ചുകൊണ്ട് യേശുക്രിസ്തു ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. ഇതിന് പറയും, പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി. അപ്പോൾ കഷ്ടങ്ങളിലൂടെ അനുസരണം പഠിച്ച് തികഞ്ഞവനായിട്ട് തന്നെ അനുസരിക്കുന്നവർക്ക്, ആരെ? ആ അനുസരണം പഠിച്ച് തികഞ്ഞവനായി യേശുവിനെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണഭൂതനായി തീർന്നു. അപ്പൊ കർത്താവിനെ അനുസരിക്കുന്നവരുടെ നിത്യരക്ഷയുടെ ഒരു കാരണഭൂതനായി മാറുവാൻ
യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി മരിച്ചു. അപ്പോൾ കർത്താവ് പ്രാർത്ഥനയ്ക്ക് ഒരു മാതൃകയാണ്. ഭയഭക്തിയോടുകൂടെ യേശു പ്രാർത്ഥിച്ചതായിട്ട് നമുക്ക് കാണും. സ്തോത്രം. അടുത്തൊരു കാര്യം കൂടെ പറഞ്ഞ് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 6-ാമത്തെ അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യം വായിക്കുന്നു. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 6-ാമത്തെ അധ്യായം 18-ാമത്തെ വാക്യം. സകല പ്രാർത്ഥനയാലും യാചനയാലും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചുകൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിപ്പിൻ. എഫെസോസിലുള്ള വിശ്വാസികൾക്ക് ലേഖനമെഴുതുമ്പോൾ ദൈവം നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് പറയുന്നു. അതുപോലെ തന്നെ വിവിധ ജീവിത നിലവാരത്തിലുള്ളവർ എങ്ങനെയൊക്കെ ജീവിക്കണമെന്നുള്ള ആ പ്രായോഗിക ക്രിസ്തീയ ജീവിതത്തെയൊക്കെ പറഞ്ഞതിന് ശേഷം ആ പ്രായോഗിക ക്രിസ്തീയ ജീവിതം മുന്നോട്ട് നയിക്കുവാൻ ചിലപ്പോഴൊക്കെ കഴിയാതെ ശത്രുവായിരിക്കുന്ന പിശാചിൻ്റെ പോരാട്ടം നേരിടുമ്പോൾ ആ പിശാചിനോട് എങ്ങനെയാണ് എതിർത്ത് നിൽക്കണം എന്നുള്ളത് പറഞ്ഞ് കുറച്ച് ആത്മീയ ആയുധങ്ങളെക്കുറിച്ച് പൗലോസ് പറഞ്ഞ ശേഷം എന്നിട്ട് പറയുകയാണ്, സകല പ്രാർത്ഥനയാലും ആയുധമെടുത്തവർ, പ്രവർത്തിക്കാനുള്ള ഒരുക്കം, ജീവിക്കാനുള്ള ഒരുക്കമുള്ളവർ, കർത്താവിന് വേണ്ടി യുദ്ധം ചെയ്യുവാൻ താല്പര്യപ്പെടുന്നവർ, അവരോട് പറയണം സകല പ്രാർത്ഥനയാലും യാചനയാലും. അവൻ ഈ സകല പ്രാർത്ഥനയും യാചനയാലും ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും. അപ്പം ബുദ്ധി കൊണ്ടുള്ള പ്രാർത്ഥനയുണ്ട്, ആത്മാവിലുള്ള പ്രാർത്ഥനയുണ്ട്. ഇവിടെ പറയും ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട്. അപ്പം സകല ആത്മാവിലുള്ള പ്രാർത്ഥന, പിന്നെ അതിനായി ജാഗരിച്ചും കൊണ്ട് സകല വിശുദ്ധന്മാർക്കും. അപ്പോൾ ഒരു ദൈവവൈദ്യൻ ഭൂലോകത്തിലുള്ള സകല വിശുദ്ധന്മാർക്കും വേണ്ടി പ്രാർത്ഥിക്കും. തമ്മിൽ പ്രാർത്ഥിക്കണം. ഒരുവനോടൊരുവൻ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കണം. അങ്ങനെ അതുപോലെ തന്നെ കൂട്ടുകാരനോട് വല്ലതും ഉണ്ടെങ്കിൽ യാഗവസ്തു അവിടെ വെച്ചതിന് ശേഷം കൂട്ടുകാരനുമായി നിരന്ന ശേഷം യാഗം കഴിക്കാൻ അല്ലെങ്കിൽ പ്രാർത്ഥിക്കാനൊക്കെ പറയുകയാണ്. സ്വയം നീതീകരണ പ്രാർത്ഥന ദൈവം കേൾക്കുകയില്ല. അവിടെ വിശുദ്ധന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥിക്കണം. അതോടൊപ്പം തന്നെ പൗലോസിന് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കണമെന്ന് പറയുകയാണ്. ജാഗരിച്ചുകൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിപ്പിൻ. ഒരു ദിവസം പ്രാർത്ഥിച്ചു അങ്ങ് മതിയാക്കുകയല്ല, ആ പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിക്കുവാൻ അപ്പോസ്തലനായ പൗലോസ് എഫെസോസിലുള്ള വിശ്വാസികളോട് പറയുകയാണ്. എന്തിനാണ് പൂർണ്ണ സ്ഥിരത കാണിക്കേണ്ടത്? ഞാൻ ചങ്ങല ധരിച്ചു സ്ഥാനാപതിയായി സേവിക്കുന്ന. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് കർത്താവിന് വേണ്ടി ചങ്ങല ധരിക്കുകയാണ്. ചങ്ങല ധരിച്ച് സ്ഥാനാപതിയായി സേവിക്കുന്ന കർത്താവ് പകരക്കാർ, സ്ഥാനാപതി അല്ലെങ്കിൽ അംബാസഡർ. നമുക്കറിയാം ഓരോ രാജ്യത്തിനൊരു സ്ഥാനാപതിയുണ്ട്. ഇപ്പോൾ ഇന്ത്യയിലാണെങ്കിൽ അമേരിക്കയുടെ ഒരു സ്ഥാനാപതിയും അദ്ദേഹത്തിൻ്റെ ഓഫീസും നമുക്ക് ഡൽഹിയിൽ ചെന്നാൽ കാണുവാനായിട്ട് സാധിക്കും. എന്താണ് അമേരിക്ക സ്ഥാനാപതി ചെയ്യുന്നത്? അമേരിക്കയുടെ കാര്യങ്ങൾ, അല്ലെങ്കിൽ അമേരിക്കയിലേക്ക് ഒരു ഇന്ത്യൻ പൗരൻ പോകുമ്പോൾ അവൻ്റെ കാര്യങ്ങളെക്കുറിച്ചെല്ലാം നോക്കുക, അവൻ്റെ പാസ്പോർട്ട് ശരിയാണോ എന്നൊക്കെ നോക്കുക. അതുപോലെ നയതന്ത്രപരമായ കാര്യങ്ങളിൽ മധ്യസ്ഥനായി ഇടപെടുക. അദ്ദേഹം അമേരിക്കയുടെ ആളാണെങ്കിലോ അദ്ദേഹം ഇന്ത്യയിലാണ് താമസിക്കുന്നത്. അദ്ദേഹം ഇന്ത്യയിൽ താമസിക്കുന്നുവെങ്കിലും അദ്ദേഹം അമേരിക്കയുടെ താല്പര്യങ്ങളാണ് സംരക്ഷിക്കുന്നത്. ഇതുപോലെ ഞാനും നിങ്ങളും ഈ ലോകത്തിലായിരിക്കുമ്പോൾ നമ്മൾ ക്രിസ്തുവിൻ്റെ സ്ഥാനാപതികളാണ്. നമ്മൾ ക്രിസ്തുവിന് വേണ്ടി പ്രവർത്തിക്കുന്നവരും ക്രിസ്തുവിൻ്റെ ആശയങ്ങളെ ഈ ലോകത്തിൽ നടപ്പാക്കുന്നവരുമായിരിക്കണം. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, ഞാൻ ചങ്ങല ധരിച്ച് സ്ഥാനാപതിയായി സേവിക്കുന്ന.
അപ്പൊ യേശുക്രിസ്തുവിന്റെ സ്ഥാനാപതിയായി ആരെങ്കിലും മാറിയാൽ അവന് വലിയ ബംഗ്ലാവും കൊടിവെച്ച കാറും ഒന്നും കിട്ടുമെന്നല്ല, കിട്ടുകയല്ല ചെയ്തു. അപ്പോസ്തലനായ പൗലോസ് യേശുവിന് വേണ്ടി സ്ഥാനാപതിയായി സേവിച്ചപ്പോൾ തനിക്ക് ലഭിച്ചത് ചങ്ങലയാണ്. അതുകൊണ്ടാണ് ഞാൻ ചങ്ങല ധരിച്ച് സ്ഥാനാപതിയായി സേവിക്കുന്ന സുവിശേഷത്തിന്റെ മർമ്മം പ്രാഗൽഭ്യത്തോടെ അറിയിപ്പാൻ. അപ്പോൾ ആ സുവിശേഷത്തിൻ്റെതായ രഹസ്യങ്ങൾ, മർമ്മങ്ങൾ പ്രാഗൽഭ്യത്തോടെ അറിയിപ്പാൻ എൻ്റെ വായ് തുറക്കുമ്പോൾ എനിക്ക് വചനം നൽകപ്പെടേണ്ടതിന്. അപ്പൊ ദൈവത്തിൻ്റെ വചനം ദൈവത്തിൽ നിന്ന് ധാരാളമായി പ്രാപിക്കേണ്ടതിനായിട്ട് എഫെസോസിലുള്ള വിശ്വാസികളുടെ പ്രാർത്ഥനയെ ചോദിക്കുകയാണ്. താൻ ചങ്ങല ധരിച്ച് സ്ഥാനാപതിയായി സേവിക്കുന്ന ആ സുവിശേഷം പറയാൻ വായ് തുറക്കുമ്പോൾ ധാരാളമാകുന്ന ദൈവവചനത്തിൻ്റെ ആലോചനകൾ പ്രാപിച്ചെടുക്കുവാൻ വേണ്ടി എഫെസോസിലുള്ള വിശ്വാസികളുടെ പ്രാർത്ഥന ചോദിക്കുകയാണ്. സ്തോത്രം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥന വളരെ അത്യന്താപേക്ഷിതമാണ്. ഇന്ന് വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥിക്കേണ്ടതിൻ്റെയും ഭയഭക്തിയോടുകൂടെ പ്രാർത്ഥിക്കേണ്ടതിൻ്റെയും ആത്മാവിൽ പ്രാർത്ഥിക്കേണ്ടതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ഇന്ന് രാത്രി നിങ്ങളോട് സംസാരിക്കുവാനിടയായി. മാനസാന്തര സ്നാനം, പരിശുദ്ധാത്മാഭിഷേകം, വേർപാട്, അപ്പനുറുക്ക് കൂട്ടായ്മ, പ്രാർത്ഥന തുടങ്ങിയ 7 ഉപദേശങ്ങളെക്കുറിച്ച് നിങ്ങളോട് കഴിഞ്ഞ 40 ദിവസങ്ങളിലായി സംസാരിക്കുവാനിടവന്നു. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ഈ ദൈവവചന ചിന്തകൾ അനുഗ്രഹകരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ഈ വീഡിയോകളൊക്കെ കാണുകയും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക. ദൈവമായ കർത്താവ് നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രത്യേകം ഇപ്രകാരം ഒരു ബൈബിൾ ക്ലാസ് നടത്തുവാൻ എന്നെ പ്രാപ്തനാക്കിയ ദൈവത്തിനും, അതുപോലെ തന്നെ ഇപ്രകാരം ഒരു പ്ലാറ്റ്ഫോം ഒരുക്കിയ ട്രിനിറ്റി ഇന്റർനാഷണൽ പ്രയർ മിനിസ്ട്രിയുടെ പ്രസിഡൻ്റായിരിക്കുന്ന പ്രിയ തോമസ് ചെറിയാൻ അങ്കിളിനും, അതുപോലെ തന്നെ ഇതിനുവേണ്ട ടെക്നിക്കൽ കാര്യങ്ങളെല്ലാം ചെയ്തിരുന്ന പ്രിയ പോൾ ബ്രദറിനും, അതുപോലെ തന്നെ വിവിധ സന്ദർഭങ്ങളിൽ ഈ ലൈവിൽ നേരിട്ട് വന്ന് ജോയിൻ ചെയ്ത് ഈ ക്ലാസ്സുകൾ ശ്രദ്ധിച്ച അനേക പ്രിയപ്പെട്ടവരുണ്ട്. എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ നന്ദിയെ പ്രകാശിപ്പിക്കുന്നു. തുടർന്നും നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥനയെ ഞാൻ ചോദിക്കുന്നു. നമുക്കൊരുമിച്ച് അല്പസമയം പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കരുണാസമ്പന്നും നിത്യനീതിമാനുമായ സ്വർഗ്ഗത്തിന്റെ പിതാവേ, അടിസ്ഥാന ഉപദേശങ്ങളെന്നുള്ള ബൈബിൾ പഠന പരമ്പരയുടെ 40 എപ്പിസോഡുകൾ പൂർത്തീകരിപ്പാൻ ദൈവം സഹായിച്ച വലിയ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ വനകരമോടെ നീട്ടിയോടെ മാനിച്ചാട്ടെ. ക്ലാസ്സുകൾ ശ്രദ്ധിച്ച എല്ലാവരെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഏവരെയും കർത്താവിടെ അനുഗ്രഹിക്കുമാറാകണമേ, സഹായിക്കുമാറാകണമേ. പ്രകാരം ഒരു ക്ലാസ് എടുപ്പാൻ കർത്താവെ അവസരമൊരുക്കിയ ട്രിനിറ്റി ഇന്റർനാഷണൽ പ്രയർ മിനിസ്ട്രിയുടെ എല്ലാ ഭാരവാഹികൾക്കുമായി പ്രാർത്ഥിക്കുന്നു. ഏവരെയും കർത്താവിടെ അനുഗ്രഹിക്കുമാറാകണമേ, സഹായിക്കുമാറാകണമേ. ഇന്ന് രാത്രി കാലത്തെ കർത്താവെ വിശ്രമത്തെ സുഖകരമായ നിദ്രദാനമായി നൽകി കർത്താവ് രാവിലെ സമയോടൊന്ന് എഴുന്നേറ്റങ്ങെ മോഹപ്പെടുത്തുവാൻ കൂടെ കർത്താവ് സഹായിച്ചാട്ടെ. പ്രത്യേക കർത്താവെ രോഗികളായി ഭാരപ്പെടുന്നവരാരെങ്കിലും ഈ ക്ലാസ് ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ആരോഗ്യ സൗഖ്യം പ്രാപിക്കട്ടെ. കർത്താവിന് വലിയ നന്മകൾ ഞങ്ങളുടെ ജീവിതത്തിൽ അവിടെ നിന്ന് ഒരുക്കി മാനിക്കുന്നതേക്ക് സ്തുതിക്കുന്നു. സകലത്തിനും അനുഗ്രഹിക്കുന്നതേക്ക് സ്തുതിക്കുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവമായ കർത്താവ് നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.